ഇതൊരു കല്ല് വെച്ച് കെട്ടി ഇടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വലയുടെ മുകളിലത്തെ ഭാഗത്ത് ഒരു ഇല ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് മടക്കി വെക്കുക അല്ലേ. ഇവിടെയൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഇലയുടെയും ഇവിടുന്ന് പൂക്കൾ വരുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് വാനില ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാഴ്ച ഇറക്കുന്നത്. അപ്പോൾ ഈ വാനില വള്ളി പൂക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് ഇത് കെട്ടി ഇറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലൂടെ. നമ്മളൊരു വാനില നട്ട് വെച്ചിട്ട് അത് ആകാശം മുട്ടി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളത് പൂക്കാനും കായ്ക്കാനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കണ്ടില്ലേ, വെള്ളം എടുക്കാനായിട്ട് പാകമായിട്ട് നിൽക്കുകയാണ്. ചെറിയൊരു മഞ്ഞ നിറം വന്ന കേട്ടോ വാനിലയിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇത് പറിച്ചെടുക്കുന്നത് കേട്ടോ. 1 കിലോ ഉണങ്ങിയ വാനിലേക്ക് 80,000 രൂപ വരെയൊക്കെ വില വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വാനില മൊത്തം പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് പറിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കെട്ടിയിറക്കുന്ന കാര്യം ചെയ്യാനായിട്ട്. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമ്മളിത് കെട്ടിയിറക്കേണ്ട ജോലി ചെയ്യേണ്ടത്. പിന്നെ പുതുതായിട്ട് വെച്ച തൈയാണെങ്കിൽ ഡിസംബർ മാസവും ചെയ്യാവുന്നതാണ്. മറ്റുള്ള എല്ലാ ചെടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചെടിയാണ് വാനില ചെടി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരാഗണം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് കായകളുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് പരാഗണം ചെയ്യാനായിട്ട് നമ്മുടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് പരാഗണം ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ലെങ്കിൽ നമ്മൾ ഇണയൊക്കെ വെച്ച് കയറി വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരുപാട് ഹൈറ്റിലേക്ക് പോയിരിക്കുന്ന വള്ളിയൊക്കെ നമ്മൾ താഴോട്ട് കെട്ടിയിറക്കുക എന്ന് പറഞ്ഞ രീതിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പൂക്കളുണ്ടാവുകയും ഇതിൽ പരാഗണം ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. വാനില 1 കിലോ ഉണക്ക ബീൻസിൻ്റെ വില 80,000 രൂപ വരെയൊക്കെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതുപോലെ കൊന്നക്കാലിലാണ് വാനില വള്ളി നമ്മൾ നട്ടു വെക്കുന്നത്. പെട്ടെന്ന് തന്നെ വളർന്ന് വരുന്ന ഒരു വള്ളിയാണ് വാനില എന്ന് പറയുന്നത്. നട്ട് 1 വർഷം കഴിയുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം പന്തലിച്ച് വരും. പക്ഷെ അങ്ങനെ കിടന്നുകൊണ്ട് കാര്യമില്ല, നമ്മളത് കെട്ടിയിറക്കിയെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ഇത് പൂക്കളുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു ഓർക്കിഡ് വർക്കത്തിൽപ്പെട്ട സ്വയമേ പരാഗണം നടക്കാത്ത ചെടിയാണ് വാനില എന്ന് പറയുന്നത്. നമ്മളത് പരാഗണം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് അതിനകത്ത് കായ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാ പോലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഹമ്മിങ് ബേർഡ് എന്നൊരു പക്ഷിയുണ്ട്. ആ പക്ഷി വഴി ഇത് പരാഗണം നടക്കും. പക്ഷേ ആ പക്ഷി നമ്മുടെ നാട്ടിലില്ല, അതുകൊണ്ട് നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വാനില വള്ളി പൂക്കളുണ്ടാകാൻ വേണ്ടി എങ്ങനെ ഒരുക്കിടാം, അതുപോലെ തന്നെ കെട്ടി കിടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏണി വേണം. നമ്മൾ ചെറിയ കൊന്നക്കാലിലാട്ടോ വാനില വള്ളി കയറ്റിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഈ ഏണിയും കുറേ പഴയ ഏണിയാണ്. അപ്പോൾ നമ്മളിതാ മേളിൽ കയറി. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ മേളിലേക്ക് പോയിരിക്കുന്ന വള്ളി കണ്ടോ, ഇതിങ്ങനെ വേരൊക്കെ പിടിപ്പിച്ചെടുത്തിട്ട് താഴോട്ട് ഇറക്കി കൊണ്ടുവരണം. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം കേട്ടോ. ശ്രദ്ധിച്ചല്ലേ വള്ളി ഒടിഞ്ഞു, പെട്ടെന്ന് ഒടിയുന്ന സാധനം വാനില വള്ളി എന്ന് പറയുന്നത്. ഇതിനിങ്ങനെ താഴോട്ടെടുത്ത് ഇടാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് വേണം, കൂട്ടി പിടിച്ചിട്ട് വേണം പയ്യെ ഇടാവുള്ളൂ, അല്ലെ അവിടെ വെച്ച് ഒടിയത്. അങ്ങനെ നമ്മളിത് പയ്യെ ഇറക്കിക്കൊണ്ട് വരണം. ഇപ്പോൾ വള്ളി നമ്മൾ ചുമ്മാ ഇറക്കിക്കൊണ്ട് താഴെയിട്ട് കാര്യമില്ല, അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എങ്കിൽ മാത്രമേ അതിനകത്ത് പൂക്കളുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ വേറെ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി പാടാണ്. ഓരോ വള്ളി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യണം. ഒരു 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലി സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വള്ളി താഴോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ വള്ളി നേരെ താഴോട്ട് ഇടുക. ബാക്കിയുള്ള ഭാഗമൊക്കെ ഈ വാനില തന്നെ ചുറ്റിച്ചിട്ട് വരണം. എന്നിട്ട് വേണ്ട തല ഇങ്ങനെ നേരെ താഴോട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ ഒടിച്ച് കളയുകയാണ്. അല്ലേ, നിലത്ത് മുട്ടരുത്. നിലത്ത് മുട്ടാതെ കൊണ്ട് തന്നെ വേണം വള്ളി ഇടാനായിട്ട്. നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടി ബാക്കി ഭാഗങ്ങൾ ഈ വാനിലയെ തന്നെ നമ്മൾ ചുറ്റിയിടാം. ഇതാണല്ലോ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വലയുടെ മുകളിലത്തെ ഭാഗത്ത് ഒരു ഇല ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് മടക്കി വെക്കുക അല്ലേ. അത് എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നറിയോ? ഈ ഇല ഒടിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് മുള വരികയും ബാക്കി താഴോട്ട് കിടക്കുന്ന ഭാഗത്തു നിന്ന് പൂക്കൾ വരികയും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ തല ഒടിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് മുള വന്നിട്ട് പൂക്കൾ വരാതിരിക്കും. ഇത് തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് നേരം കൊണ്ട് ചെയ്യാനുണ്ട്.
നമുക്കിനി അടുത്ത ചെടിയിലേക്ക് പോവാം. അല്ല, ഇതൊക്കെ നമ്മൾ വാനിൻ്റെ വിളവിടെ തന്നെ ഞെട്ടി നിൽക്കുന്നതാണ് ബാക്കി. അല്ല, ഇതൊക്കെ നല്ല നീളമുള്ള വള്ളിയുണ്ട്. അതുകൊണ്ട് നമ്മളിത് വാനിലെ തന്നെ ശരിക്കും ചുറ്റിടുകയാണ്. ഈ ചുറ്റിടുന്ന ഭാഗത്തുനിന്നും പൂക്കളുണ്ടായിക്കോളും. പിന്നെ അടുത്തേക്കുന്ന വേറെ വാനിലേക്ക് ഇത് നമുക്ക് ക്രോസ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഇട്ടാലും നമുക്ക് പൂക്കളുണ്ടാകുന്നതാണ്. പിന്നെ അതൊക്കെ ഒടിഞ്ഞു പോകാത്ത രീതിക്ക് ഒരു വശം പോലെ കെട്ടി കൊടുക്കുക. പിന്നെ ചകിരി വെച്ചും കെട്ടാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ കുറേ വാനിലേക്ക് നിലത്തോടെ പോയിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇനി വലിച്ചു നോക്കി എടുത്തിട്ട് മേളിലേക്ക് വെച്ച് തരണം. ഇതെല്ലാം പൂക്കളുണ്ടാകും കേട്ടോ. അത് പക്ഷേ ഒടിഞ്ഞു പോയി. കുഴപ്പമില്ല, നമുക്ക് നട്ടു വെക്കാവുന്നതാണ്. പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിപ്പോകുന്ന സാധനമല്ല വാനില. എത്ര പേരാണെങ്കിൽ പോലും അത് അന്തരീക്ഷത്തിൽ നിന്ന് വായുവും വെള്ളമൊക്കെ സ്വീകരിച്ചോളും. അപ്പോൾ ബാക്കിയുള്ള വള്ളി നമ്മളിങ്ങനെ ചുറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഇല്ലേ, അറ്റം ഒടിഞ്ഞു പോയിട്ട് നമുക്കിനി പ്രത്യേകിച്ച് അങ്ങനെ ഒടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്കൊരു മടലോ അതിലേക്ക് കമ്പോ എന്തെങ്കിലുമൊക്കെ 2 മരങ്ങൾ കൂട്ടി കെട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വാനില വള്ളി ചുറ്റിയിടാവുന്ന കേട്ടോ. അപ്പം ഇടുന്ന വള്ളിയുടെ വറ്റ ഒടിച്ച് കളയാനും അതുപോലെ തന്നെ ഇല മടക്കി വെക്കാനും മറക്കരുത്. ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അറ്റം നമ്മൾ ഒടിക്കുവാണ് കേട്ടോ. നിലത്ത് മുട്ടരുത്. അതുകൊണ്ട് ഓവർ നീളമുണ്ട്. നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെക്കുക. കമ്പയിലേക്ക് എടുത്ത് വെച്ചാൽ മതിയാവും. പോകത്തില്ല. സേഫായിട്ട് വെച്ചാൽ മാത്രം മതി. വള്ളി മുറിഞ്ഞു പോകാതെ. പിന്നെ താഴോട്ടിടുന്ന വള്ളി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളത് കണ്ടില്ല, ഇതുപോലെ വളഞ്ഞ് നിൽക്കുന്നതൊക്കെ വാനില വള്ളിയൊക്കെ നമ്മൾ അറ്റ ഒടിച്ചു വിട്ടിട്ട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതൊക്കെ ഇതുപോലെ കല്ല് വെച്ച് കെട്ടി ഇടാവുന്നതാണ്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മുള വരത്തില്ല. ഇവിടെ നിറയെ പൂക്കളുണ്ടാകും. ഇതുണ്ടല്ലോ, ഇല ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുള വരികയും ചെയ്യും. ഇതുണ്ട്, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കെട്ടിവെച്ചാണ്. അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് പൂക്കളൊന്നും ഉണ്ടാകത്തില്ല. പഴയ വള്ളിയല്ല. അപ്പോൾ ആ വള്ളി വെച്ചിട്ട് ഈ വളഞ്ഞ് നിൽക്കുന്ന ഇതിനും കിട്ടുക. ഇങ്ങനെ വളഞ്ഞു പോകുന്ന വള്ളിക്ക് മാത്രം കല്ല് കെട്ടിട്ടാൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെയും എല്ലാം അങ്ങ് മടക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ ചകിരി വെച്ച് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് വള്ളി ചുറ്റിച്ചിടാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചെടിക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തടുത്തു പോകും. അങ്ങനെ ഇത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ലതായിട്ട് പൂക്കളുണ്ടാകും. ഇതൊന്ന് വാടണം. വാനിൻ്റെ ഉള്ളിൽ നിന്ന് വാടിക്കഴിയുമ്പോഴാണ് ഇതിനകത്ത് പൂക്കളുണ്ടാകുന്നത്. പിന്നെ ഈ വാനിലേക്ക് കുറച്ചൊക്കെ ഷെയ്ഡ് ആവശ്യമാണ്. മരത്തിൻ്റെ തണലിൻ്റെ ആവശ്യമാണ് കുറച്ചൊക്കെ. ഒരുപാട് തണലിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് വെയിലും അടിക്കാൻ പാടില്ല. ഇതുണ്ട്, ഇതുപോലെ അധികം ഹൈറ്റിലേക്ക് പോകാതെ ഇങ്ങനെ വേണം വാനില വള്ളി നിർത്താനായിട്ട്. ഇതെല്ലാം നമുക്ക് ചോട്ടിൽ നിന്ന് പാരായണം ചെയ്യുന്നതാണ്. ഇവിടെയൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വാനില വള്ളി കെട്ടിയിറക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവസ്ഥയാണിത്. നമ്മൾ താഴോട്ടിട്ട് കെട്ടിയിറക്കിയ വള്ളിയാണിത്. ഇതെല്ലാം പൂക്കളായിട്ട് വരുന്നത്. ഓരോ ഇലയുടെയും അവിടുന്ന് പൂക്കൾ വരുന്നുണ്ട്. താഴെ വരെയും പൂക്കളുണ്ട്. അപ്പം നമ്മുടെ വാനില വള്ളി കെട്ടിയിറക്കിയിട്ട് നിറയെ പൂക്കളുണ്ടായോണ്ടില്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയ്ക്കായിട്ട് വീണ്ടും കാണാം.